അപ്പോൾ ആദ്യം നമുക്കിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ. ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡാർക്ക് കളർ കൊക്കോ പൗഡറിന് എടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു 2-3 വട്ടം അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ കേക്ക്. അരിച്ചെടുക്കാൻ ഒരിക്കലും വിട്ടുപോകരുത്, കാരണം സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അതുപോലെ നല്ല രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ചെറിയ ചെറിയ കട്ട കണ്ടില്ലേ, ഈ രീതിയിലൊക്കെ ഇങ്ങനെ കട്ട കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കേക്ക് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഞാനിങ്ങനെ ഒരു ബൗളിലേക്ക്, ക്ലീൻ ആയിട്ടുള്ള വെള്ളം ഒട്ടും ഇല്ലാത്ത ഈ ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. എഗ് യോക്കും എഗ് വൈറ്റും ഒരുമിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 4 കോഴിമുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കാൻ ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ഒരിക്കലും എടുത്ത് അപ്പം തന്നെ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം നമ്മൾ കോഴിമുട്ട യൂസ് ചെയ്യാൻ. ഇനി നമ്മളിത് നല്ല ഈ ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കും. ആദ്യം കുറച്ച് ലോ ഇട്ടിട്ട് എന്നിട്ട് സ്പീഡ് കൂട്ടി വരണം. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ കിട്ടണം. ഇപ്പം മുട്ട ഏകദേശം കുറച്ച് പതഞ്ഞ് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വാനില എസൻസ് ഒഴിക്കണം. ഈ ഒരു സ്റ്റേജിൽ ഒഴിച്ചാൽ മാത്രമേ ആ ഒരു മുട്ടയുടെ സ്മെല്ലുണ്ടല്ലോ അത് നമ്മുടെ കേക്കിലേക്ക് വരാതിരിക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. ഇനി ഇതൊന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. ഞാനിവിടെ പൊടിച്ചതാണ്, പൊടിക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതുണ്ട്. അപ്പോൾ ഇത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ. ഒരുമിച്ചിടരുത്. ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത് നിർത്തേണ്ടത് കേട്ടോ. ഇങ്ങനെ അത്രയും ക്രീമി ആയിട്ട് ആ ഒരു യെല്ലോ കളർ മാറിയിട്ട് ഒരു ചെറിയൊരു വൈറ്റ് കളറായിട്ട് വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്നത് നിർത്തിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഓയിലാണ് ചേർക്കാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം അല്ല, ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ലൈറ്റായിട്ട് ഏറ്റവും ലോയിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഇത്രയും മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത് പിന്നെ ഓയിൽ ഒഴിച്ചതിന് ശേഷം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ടിട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്യരുത്. കണ്ടില്ലേ, ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരേ ഡയറക്ഷനിൽ സാവധാനം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല.
അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടോ. നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ നേരത്തെ തന്നെ ഇവിടെ ട്രേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്ലോർ അടിയിൽ തൂവിയിട്ട് ബട്ടർ പേപ്പർ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബാറ്റർ ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ട്രേയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓവൻ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ട്രേ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഒരു 30 മിനിറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. അതുപോലെ 180 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് ബേക്ക് ആകാൻ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതായിട്ടുണ്ടോയെന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം. നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. നല്ല ചൂടുണ്ടാവും, അപ്പോൾ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ ഞാൻ കേക്ക് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കുറച്ച് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ കൂടെയൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഞാനിപ്പോൾ 30 മിനിറ്റാണ് വെച്ചത്. എനിക്ക് 20 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ ഇത് ബേക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഇംപെക്സിൻ്റെ OTG ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു കൂടുതലായിട്ട് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതൊരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ജസ്റ്റ് ഒന്ന് കുറച്ച് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കത്തി വെച്ചിട്ട് സൈഡിൽ കൂടെയൊക്കെ ഒന്നിങ്ങനെ വിടിയിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ചൂടാറിയിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊടി പൊടിഞ്ഞ് വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗോൾഡൻ മാർക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് 1 കിലോൻ്റെ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൽ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. നല്ല ചിൽഡായിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. തണുപ്പ് ഒട്ടും കുറയാൻ പാടില്ല. ഞാനിപ്പോൾ ബൗളോ അല്ലെങ്കിൽ ബീറ്ററിൻ്റെ ബ്ലേഡോ ഒന്നും തണുപ്പിച്ചിട്ടില്ല കേട്ടോ. ഡയറക്റ്റ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ആദ്യം നമ്മൾ ലോയിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. പിന്നെയാണ് നമ്മൾ സ്പീഡ് കൂട്ടി കൊണ്ടുവരേണ്ടത്. ഒറ്റയടിക്ക് സ്പീഡ് ഹൈയിലിട്ടിട്ട് ഒരിക്കലും ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ലോ സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇത്രയും ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് പഞ്ചസാര പൊടിച്ചത് ചേർക്കുമ്പോൾ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ സ്പീഡ് മെല്ലെ മെല്ലെ കൂട്ടി കൊണ്ടുവരണം. ഇപ്പം തന്നെ കണ്ടില്ലേ, അതിൻ്റെ ഒരു പീക്ക് ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ബ്ലേഡിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഈ ഒരു രീതിയിൽ വരണം. അപ്പോഴാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത് നിർത്തേണ്ടത്. ഇനി നമുക്ക് ഐസിങ് തുടങ്ങാം. അപ്പോൾ ഞാൻ കേക്കിനെ ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
ഒരു 3 ലെയറൊക്കെ വരുമ്പോഴാണ് കുറച്ച് ഭംഗി ഉണ്ടാവുള്ളൂ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു ലെയർ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതുപോലെ ഞാൻ ഇതിനെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനത് ഒരു കേക്കിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തടവിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഒന്ന് അവിടെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ചു. എന്നിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് പ്ലസ് കണ്ടൻസ്ഡ് മിൽക്ക് ഇത് ചേർത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴേ നല്ല ടേസ്റ്റും നല്ല ജ്യൂസി ആയിട്ടിരിക്കുള്ളൂ നമ്മുടെ കേക്ക്. ഇനി നെക്സ്റ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അത് കോട്ട് ചെയ്യാൻ പോവുകയാണ്. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വിപ്പിംഗ് ക്രീം നമ്മൾ യൂസ് ചെയ്യണം. അപ്പോഴാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ആ കേക്കിൻ്റെ ലെയറും വിപ്പിംഗ് ക്രീമിൻ്റെ ലെയറും ഒക്കെ കറക്റ്റായിട്ട് കാണുള്ളൂ കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് അതിന് മുകളിലേക്ക് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇനി നെക്സ്റ്റ് ലെയറും ഇതുപോലെ വെച്ച് നമ്മുടെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഐസിങ് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ തിക്കാക്കിയിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു വിപ്പിംഗ് ക്രീം ഇപ്പോഴും നല്ല സ്റ്റിഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് നമ്മുടെ ചെറി, ഞാനിത് കുറച്ച് ചെറി ഷുഗർ സിറപ്പിലൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിന്. എന്നിട്ട് ലാസ്റ്റ് ലെയറും കൂടി വെക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ നമ്മളിത് വെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നല്ലൊരു ജ്യൂസി ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടുള്ളൂ. അതിന് ശേഷം അത്യാവശ്യം നല്ല കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് കട്ടിയിൽ തന്നെ കവർ ചെയ്തെടുക്കാൻ പോവാണ്. കേക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി സൈഡിൽ കൂടെ അതുപോലെ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ക്രം കോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഫുള്ളായിട്ടൊന്നും കൂടിയും കട്ടിയിൽ റെഡിയാക്കിയിട്ട് എടുക്കും കേട്ടോ ക്രീം കൊണ്ട്. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ക്രേപ്പർ വെച്ച് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നത്. ഇനി ഇതുപോലെ മോൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം നല്ല വൃത്തിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ജസ്റ്റ് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ പുറത്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് എനിക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഞാൻ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഞാനിങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളൊക്കെ വീഡിയോ ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അടപ്പ് എടുക്കുകയാണ്. കണ്ടില്ലേ, ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ബാക്കിയുള്ള ചോക്ലേറ്റ് ഗനാഷും കൂടി ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഈ ഒരു പോർഷൻ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. കണ്ടില്ലേ, ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ പുറത്തെടുത്തു. എന്നിട്ട് ഈ സൈഡിൽ കൂടി നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ മഴത്തുള്ളികൾ പോലെ താഴത്തേക്ക് ഇങ്ങനെ വീഴും. അപ്പോൾ നല്ല ഭംഗിയാണ് ആ ഒരു ഡിസൈൻ കാണാൻ. കണ്ടോ, ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വിപ്പിംഗ് ക്രീം കൊണ്ട് ഡിസൈൻ വർക്കൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു നോസിൽ എടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊരു പൂവിൻ്റെ ഷേപ്പിലാണ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തെടുത്തു. ഇനി ഈ ഒരു പൂവിൻ്റെ ഇടയിൽ കണ്ടില്ലേ, ആ ഒരു സൈഡിലായിട്ട് നമ്മൾ ഇങ്ങനെ ചെറിയ പൂക്കളും കൂടിയും വെച്ചുകൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായി തോന്നിക്കാനാണ്. എന്തെങ്കിലും സ്പേസ് തോന്നുകയാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേക്ക് കാണാൻ. അപ്പോൾ കണ്ടില്ലേ, ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തെടുത്തു. ഇനി നെക്സ്റ്റ് അതേ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ താഴ്ഭാഗത്തും കൂടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് ആയിട്ട് കേക്കിൻ്റെ ഒരു ഭംഗി വരുള്ളൂ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ചെരിച്ച് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ആ ഡിസൈൻ വരുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്.
കണ്ടില്ലേ, നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെറിയ ചെറിയ പൂക്കൾ വെച്ചില്ലേ, അതിൻ്റെ മുകളിൽ ഒരു ഡോട്ടായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് അത് കാണാൻ. കണ്ടോ, ഈ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാനിവിടെ പേര് എഴുതിയിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ ഒരു 4 ചെറി സൈഡിൽ 4 സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് വെക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓവറായി തോന്നും. ഒരു 4 ചെറി മാത്രം വെച്ച് കൊടുക്കുന്നുള്ളൂ. കണ്ടില്ലേ. ഇനി നമ്മളിത് ഏകദേശം ഒരു 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.